ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആണ്. അപ്പം മോൻ്റെ സ്കൂളിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവർക്ക് 15-ാം തീയതി അവധി ആയതുകൊണ്ട് ഓഗസ്റ്റ് 14-നായിരുന്നു ഇവരുടെ സെലിബ്രേഷൻസൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേനും പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കളറിലെ ക്യാപ്പെല്ലാം കൊടുത്ത് നമ്മുടെ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു കളർ പോലെ തന്നെ അവരെയൊക്കെ ലൈനായിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജ് ഉണ്ട്, അവിടെയാണ് പ്രോഗ്രാം കാണുന്നത്. കുറച്ച് സൂമാക്കാം. ഞാൻ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഓരോരോ പരിപാടികളൊക്കെ നമുക്ക് കണ്ടു നോക്കാം എന്തെല്ലാം വിശേഷങ്ങളാണുള്ളതെന്ന്. അപ്പോൾ പരിപാടിയുടെ ഉദ്ഘാടനം കേട്ടോ നടക്കുന്നത്. ദീപം തെളിയിച്ചിട്ട് ഫാദർ ഉണ്ട്, പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് അവിടെ പ്രോഗ്രാം തുടങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് കേട്ടോ. പിന്നെ കുട്ടികളെ എല്ലാവരെയും അവർ സൈഡിലോട്ട് മാറ്റി 2 സൈഡിലും ചേർത്തിട്ട് നടുക്ക് കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ട് കുട്ടികളെല്ലാം ഇരുത്തി. കാരണം കുറേ സമയമായില്ലേ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ പരിപാടിയാണ് കേട്ടോ. ഓരോരോ ഫാൻസി ഡ്രസ്സാണ്. അതായത് ഇപ്പോൾ സ്റ്റേജിലുള്ളത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി കുഞ്ഞു മക്കളാണെങ്കിലും എല്ലാവരും കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഒരു 3-4 ലൈൻസ് ഡയലോഗ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. തെറ്റാണ്ടും നല്ല സ്റ്റഡി ആയിട്ടാണ് പറയണത്. ഈ വരുന്ന ബ്ലൂ സ്യൂട്ടൊക്കെ ഇട്ട ആൾ BR അംബേദ്കർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയും കേരളവും കണ്ണൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് സരോജിനി നായിഡു ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹിസ്റ്ററിയിലുള്ള കുറേ പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് ഇവർ അനുകരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൃത്യമായിട്ട് ഡയലോഗെല്ലാം പറയുന്നുണ്ട്. അടുത്ത ആൾ വരുന്നത് ഭഗത് സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം സാമ്യമുള്ള പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഭഗത് സിംഗ് വന്ന ഡയലോഗെല്ലാം കഴിഞ്ഞു. പിന്നെ വരുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ടാഗോറിനെ പോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്താണ് വരുന്നത്. അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ ഝാൻസി റാണിയാണ്. അപ്പോൾ ഝാൻസി റാണിയുടെ ഡയലോഗ് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓരോ കുട്ടികളും ഇതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ഡയലോഗ് പറയുന്നത് കേട്ടോ. ഈ വരുന്നത് നമ്മുടെ ഫസ്റ്റ് വനിതാ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതൊന്നും മദർ തെരേസയാണ് കേട്ടോ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഇനി ഹിസ്റ്ററിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പം അവരുടെ ലാംഗ്വേജിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വരുന്നത് മോദിയാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ. മോദിയായിട്ട് വരുന്ന ആൾ ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഈ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ മലയാളത്തിലാണല്ലോ സംസാരിക്കുക, അതുകൊണ്ട് ഡയലോഗും മലയാളമാണ്.
അവസാനം ലാൽ സലാമൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പം സംസ്ഥാനം വന്നു നോക്കാൻ ഇനി കണ്ണൂർ നമ്മുടെ ജില്ലയാവണമല്ലോ. അപ്പോൾ കണ്ണൂരിൻ്റെ കളക്ടറാണ് വന്ന് നിൽക്കുന്നത്. കളക്ടർ ഡയലോഗെല്ലാം പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. ഇനി കണ്ണൂർ ജില്ലയുടെ കുറേ പാരമ്പര്യങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് ഫാൻസി ഡ്രസ്സാണ് കേട്ടോ. തറികളുടെയും തിറകളുടെയും നാടെന്നല്ലേ കണ്ണൂർ പറയുക. അപ്പം ഇത് നെയ്ത്തുകാരാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് കളരിപ്പയറ്റാണ് കേട്ടോ. കൂടുതലും കളരികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കണ്ണൂർ ജില്ല ഈ ഒരു മലബാർ ഏരിയ ആണല്ലോ. അപ്പോൾ കളരി ഗുരുക്കളും ശിഷ്യന്മാരുമാണ്. ശിഷ്യന്മാർ സൈഡിൽ നിന്നിട്ട് ഭയങ്കര അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. കൈയൊക്കെ പൊക്കുമ്പോൾ എല്ലൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് ശിഷ്യന്മാരുടെ. അടുത്തതായിട്ട് നമ്മുടെ പോലീസ് സേനേനെ ആണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ 2 പോലീസുകാരാണ്. അതിനുശേഷം വരുന്നത് ഇത് നമ്മുടെ പഴശ്ശി രാജാവാണ് കേട്ടോ. അപ്പോൾ വയനാട് ഈ ഒരു കണ്ണൂർ ഭാഗങ്ങളിലും കൂടി ചേർന്നിട്ടാണല്ലോ പഴശ്ശി രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാജാവും രാജാവിൻ്റെ ഭടനും പിന്നെ ഇത് കേരളത്തിലെ ഒരു മുസ്ലിം രാജവംശമാണ് അറക്കൽ. അപ്പോൾ അറക്കലിലെ ബീവിമാരാണിത്. പിന്നെ വരുന്നത് നമ്മുടെ കണ്ണൂരിലെ കുറച്ച് തെയ്യം അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോയാണ് അവർ കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഈ തെയ്യം കെട്ടുന്ന ആളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് സാഹിത്യകാരനും വിമർശകനും ഒക്കെ ആയ സുകുമാർ അഴീക്കോട്. ഇത് പണ്ട് മലബാർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്നാണല്ലോ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത്. അപ്പം ടിപ്പു സുൽത്താനും ശിഷ്യനുമാണ്. പിന്നെ ഈ വന്ന് നിൽക്കുന്നത് ഗോത്ര ജനവിഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ്. അതിനുശേഷം വരുന്നത് ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാർബറൊക്കെ കണ്ണൂരുണ്ടല്ലോ. അപ്പോൾ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മീനൊക്കെ ഉണ്ട്, കയ്യിൽ വലയുണ്ട്. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാം കൂടെ ഒരു ദേശഭക്തി കാണാൻ കേട്ടോ, നന്നായിട്ട് പാടി എല്ലാവരും. അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസ് വിത്ത് ഒരു സ്കിറ്റാണ്. കുട്ടികളൊക്കെ നല്ല ട്രൈ കളർ ഫ്ലാഗിൻ്റെ പോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലെ ഡാൻസ് കളിച്ചു കേട്ടോ. പിന്നെ ഇതൊരു ഹിന്ദി സോങ് ആയിരുന്നു, അതൊരു ദേശഭക്തി ഗാനമൊക്കെ തോന്നുന്ന നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഡാൻസ് ചെയ്തു. ഇതൊക്കെ ടീച്ചർമാർ തന്നെ പഠിപ്പിച്ചതാണ് കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അവർ തന്നെയാണ് ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ ഡാൻസ് കാണാനായിട്ട്. ഇതിനകത്ത് എൻ്റെ മോൻ്റെ ഒരു ഇതുകൂടി ഉണ്ട് വെച്ചാൽ അത് ഒരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 3 മതങ്ങളുണ്ടല്ലോ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവർ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ ടീച്ചർ തന്നെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കുട്ടികൾ ഡാൻസ് കാണാനായിട്ട്. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നവരെല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. കുറേ തരം ഡ്രസ്സിങ്ങും എല്ലാം ഉണ്ട്. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളെയും അതുപോലെ നമ്മുടെ ഓരോ കൾച്ചറും എല്ലാം ഇതിനകത്ത് ഈ പാട്ടിനകത്ത് വന്നു പോകുന്ന ഒരു തീമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടു നോക്കേ.
എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധീകരിച്ചിട്ടാണ് ഓരോ കുട്ടികൾ ഓരോ ഡ്രസ്സിങ്ങും എല്ലാം ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ അവസാനം വരുന്നത് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്, മോൻ്റെ ക്ലാസ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ ടീച്ചർ ഇന്ത്യ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് ഇന്ത്യ എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കുഞ്ഞു മക്കളെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി ചെയ്തു. ഈ ഒരു ഡാൻസും സ്കിറ്റും ഒക്കെ കൂടി കുട്ടികളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ദേ മാതരം പ്ലേ ചെയ്തിട്ടാണ് കുട്ടികളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുറച്ച് സമയം ഒന്നങ്ങനെ ഫ്ലാഗൊക്കെ വീശി അങ്ങനെ ഒന്ന് പോസ് ചെയ്ത് നിന്നു. കാരണം ഇവിടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമും. അപ്പോൾ ഇതോടുകൂടി കുട്ടികളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ അവസാനമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഡാൻസാണ്. അപ്പം അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം, ഈ ഡാൻസ്. പ്രിൻസിപ്പളിൻ്റെ പേര് സിസ്റ്റർ സുനീത. അപ്പം സിസ്റ്ററിനെയാണ് ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഈ ഒരു ഡാൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇവരുടെ ക്ലാസ് ടീച്ചർ, മോൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്ററിനെ കൂട്ടിയിട്ട് ഇപ്പോൾ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ പാട്ട് പ്ലേ ചെയ്താൽ പ്രശ്നമാകുന്നതുകൊണ്ടാണ് ഞാനത് മാറ്റുന്നത്. ഇതൊരു ഡിവോഷണൽ സോങ് ആണ് കേട്ടോ, ക്രിസ്ത്യൻ ഡിവോഷണൽ മാതാവിൻ്റെ ഒരു സോങ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു കുറച്ച് സമയം ഈ മാതാവിൻ്റെ പാട്ടുള്ളൂ. പിന്നെ അവരൊരു ഫിലിം സോങ്ങും കൂടി മിക്സ് ചെയ്തിട്ട് കളിച്ചിട്ട് അങ്ങനെ പരിപാടി സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പം ഇതാണ് ഇവരുടെ പ്രിൻസിപ്പൽ കേട്ടോ, സിസ്റ്റർ സുനീത. ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന എല്ലാം ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പം കൂട്ടിക്കൊണ്ട് വരുന്ന ആ ഷോളൊക്കെ ഇട്ടതാണ് വൈസ് പ്രിൻസിപ്പൾ. ടീച്ചറിൻ്റെ പേര് ഗീത മിസ് എന്നാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമാണ് കേട്ടോ. ഇപ്പോൾ 1:30 സമയം. നോക്കിക്കേ, കുട്ടികളെല്ലാം ഒരു 1.5 മണിക്കൂറായിട്ട് ഭയങ്കര ക്ഷമയോടെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ നല്ല രസമായിരുന്നു പ്രോഗ്രാം. എല്ലാവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക, പാട്ടൊക്കെ കേട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.